പ്രകാശവും പ്രതിഭാസങ്ങളും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 500 സെക്കൻഡാണ് ആൻസർ. സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 500 സെക്കൻഡ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ശരാശരി ദൂരം 14.96 കോടി കിലോമീറ്റർ ആണ്. അതായത് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് AU. സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ലംബമായി മുകളിലേക്കും താഴ്ഭാഗത്തേക്കും കമ്പനം ചെയ്യുന്ന തരംഗങ്ങളാൽ നിർമ്മിതമാണ് പ്രകാശമെന്ന് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. പ്രകാശത്തിൻ്റെ വൈദ്യുതകാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രം. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യതയിലാണ്. ശബ്ദത്തിന് ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല. തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള നിറമാണ് ചുവപ്പ്. തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് ഏറ്റവും കുറവുള്ള നിറമാണ് വയലറ്റ്. തരംഗദൈർഘ്യം ഏറ്റവും കൂടിയത് ചുവപ്പും ഏറ്റവും കുറവ് വയലറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. വെള്ളയാണ് ആൻസർ. എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന നിറമാണ് വെള്ള. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ്. പ്രാഥമിക വർണ്ണങ്ങൾ 3 ചേരുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണമാണ് വെളുപ്പ്. 3 പ്രാഥമിക വർണ്ണങ്ങൾ സംയോജിപ്പിച്ച് ധവളപ്രകാശം നിർമ്മിക്കുവാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, പൂർണ്ണാന്തര പ്രതിപതനം നടക്കണമെങ്കിൽ പതന കോൺ എന്നത് ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ഒരു പ്രത്യേക ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ കോണിൽ പതിച്ചാൽ ആ രശ്മി സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് കടന്നു പോകുന്നതിന് പകരം തിരിച്ച് സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് തന്നെ പ്രതിഫലിപ്പിക്കപ്പെടും. പ്രകാശത്തിൻ്റെ ഈ പ്രതിഭാസം പൂർണ്ണാന്തര പ്രതിപതനം എന്ന് അറിയപ്പെടുന്നു. ഒരു വസ്തുവിൽ പതിക്കുന്ന രശ്മിയെ പതനരശ്മി എന്ന് വിളിക്കുന്നു. വസ്തുവിൽ തട്ടി പ്രതിപതിക്കുന്ന രശ്മിയെ പ്രതിപതന രശ്മി എന്നും വിളിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ഒരേ തീവ്രതയിലുള്ള പ്രാഥമിക വർണ്ണങ്ങൾ ഏതെങ്കിലും 2 എണ്ണം കൂടിച്ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ. സൂര്യൻ്റേത് ധവളപ്രകാശമാണ്. ധവളപ്രകാശത്തിൽ 7 വർണ്ണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്നിവയാണ് ധവളപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണങ്ങൾ. പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ അത് ഘടകവർണ്ണങ്ങളായി മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എത്ര? ആൻസർ 400 മുതൽ 700 നാനോമീറ്റർ. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റുന്ന ഏക വിദ്യുത് കാന്തിക തരംഗമാണ് ദൃശ്യപ്രകാശം. വിദ്യുത് കാന്തിക വർണ്ണരാജിയിലെ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ദൃശ്യപ്രകാശമെങ്കിലും ഇതിൻ്റെ സഹായത്തോടെയാണ് മറ്റെല്ലാ തരംഗങ്ങളുടെയും പഠനം മനുഷ്യൻ നടത്തുന്നത്. ഒന്നിൽ കൂടുതൽ വർണ്ണങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം അഥവാ കോമ്പോസൈറ്റ് ലൈറ്റ്. കണികകളുടെ തരംഗത്തിൻ്റെയും സ്വഭാവം കാണിക്കുന്ന ഫോട്ടോണുകൾ എന്ന മൗലിക കണങ്ങൾ കൊണ്ടാണ് പ്രകാശം നിർമ്മിച്ചിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, രാജ്യാന്തര പ്രകാശ വർഷമായി ആചരിച്ച വർഷം? ആൻസർ 2015. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, പ്രകാശത്തെക്കുറിച്ചും പ്രകാശശാസ്ത്രത്തെക്കുറിച്ചും പ്രകാശാനുബന്ധ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുമുള്ള അവബോധം സൃഷ്ടിക്കുകയാണ് ഈ വാർഷിക ആചരണത്തിൻ്റെ ലക്ഷ്യം. രാജ്യാന്തര മണ്ണ് വർഷം 2015, രാജ്യാന്തര വനവർഷം 2011, രാജ്യാന്തര പീരിയോഡിക് ടേബിൾ വർഷം 2019. അടുത്ത ക്വസ്റ്റ്യൻ, കടലിൻ്റെ നീലനിറം വിശദീകരിച്ചത് ആര്? CV രാമനാണ്. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ലോർഡ് റെയ്ലി ആകാശത്തിൻ്റെ നീലനിറം വിശദീകരിച്ചു. ഹെൻറിക് ഹെയ്റ്റ്സ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കണ്ടെത്തി. ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് വിശദീകരിച്ചു. തോമസ് യങ് പ്രാഥമിക വർണ്ണങ്ങളെ ആദ്യമായി തിരിച്ചറിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനെ എന്ത് പറയുന്നു? അപവർത്തനം എന്ന് പറയുന്നു. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, സാന്ദ്രത കൂടിയ ഭാഗത്തു നിന്നും സാന്ദ്രത കുറഞ്ഞ ഭാഗത്തേക്ക് കടക്കുമ്പോൾ പ്രകാശ തരംഗത്തിൻ്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനത്തെ പ്രകാശത്തിൻ്റെ അപവർത്തനം എന്ന് പറയുന്നു.
പ്രകാശ സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശക വേഗത കുറവായിരിക്കും. പ്രകാശക സാന്ദ്രത കുറഞ്ഞ മാധ്യമമാണ് ശൂന്യത. അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കുറച്ച് വിസരണമുള്ള ഘടകവർണ്ണം ഏത്? ആൻസർ ചുവപ്പ്. കണക്റ്റിംഗ് പോയിന്റ്സ്, ഏറ്റവും കൂടുതൽ വിസരണത്തിന് വിധേയമാകുന്ന നിറമാണ് വയലറ്റ്. വളരെ ചെറിയ തടസ്സങ്ങളിൽ തട്ടി പ്രകാശം പ്രതിപതിക്കുന്ന പ്രതിഭാസമാണ് വിസരണം. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളിൽ തട്ടി പ്രകാശത്തിന് വിസരണം സംഭവിക്കാറുണ്ട്. ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് കാരണം വിസരണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത ഡാഷ് മീറ്റർ ഓർ സെക്കൻഡ് ആണ്. ആൻസർ 3×10⁸. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ മീറ്റർ സെക്കൻഡ് ആണ്. കണക്റ്റിംഗ് പോയിന്റ്സ്, പ്രകാശത്തിൻ്റെ വേഗം c എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ കൃത്യമായ മൂല്യം സെക്കൻഡിൽ 2.9779245 മീറ്ററാണ്. ഏകദേശം 3,00,000 km/s അഥവാ 1,86,000 മൈൽ ഓർ സെക്കൻഡ്. പ്രകാശത്തിൻ്റെ വേഗം ആദ്യം കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് റോമർ. പ്രകാശത്തിൻ്റെ വേഗം കൃത്യമായി കണക്കാക്കിയത് ആൽബർട്ട് മെക്കൻസൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശം പ്രിസത്തിലൂടെ കടത്തിവിട്ടാൽ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. കണക്റ്റിംഗ് പോയിന്റ്സ്, സമന്വിത പ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നീ ക്രമത്തിലാണ് വേർപിരിയുന്നത്. പ്രകീർണത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന വർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗപ്പെടുത്തുന്ന പ്രകാശത്തിൻ്റെ പ്രതിഭാസം അത് പൂർണ്ണാന്തര പ്രതിപതനമാണ്. കണക്റ്റിംഗ് പോയിന്റ്സ്, എൻഡോസ്കോപ്പിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിൻ്റ് സംവിധാനത്തിലും ഓട്ടോമാറ്റിക് റെയിൻ സെൻസറുകളിലും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതും പൂർണ്ണാന്തരിക പ്രതിപതനമാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിനു കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ലെൻസിൻ്റെ വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖയ്ക്ക് പറയുന്ന പേര് അത് മുഖ്യ അക്ഷമെന്നാണ് പറയുന്നത്. കണക്റ്റിംഗ് പോയിന്റ്സ്, പ്രകാശിക കേന്ദ്രം ഒരു ലെൻസിൻ്റെ മധ്യബിന്ദുവിനെയാണ് പ്രകാശിക കേന്ദ്രമെന്ന് പറയുന്നത്. അടുത്ത് വക്രതാ കേന്ദ്രം ഒരു ലെൻസിൻ്റെ 2 ഉപരിതലങ്ങളിൽ ഓരോന്നും ഓരോ ഗോളത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ ഗോളത്തിൻ്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഇനി എന്താണ് മുഖ്യ അക്ഷം? ഒരു ലെൻസിൻ്റെ വക്രതാ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖയാണ് മുഖ്യ അക്ഷം. ഇനി അടുത്ത് മുഖ്യ ഫോക്കസ് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിന് സമീപം സമാന്തരമായി പതിക്കുന്ന ഒരു ലെൻസിൽ കൂടി കടന്ന് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവിനെ കോൺവെക്സ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് അഥവാ മുഖ്യ നാഭി എന്ന് പറയുന്നു. ഒരു കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ അക്ഷത്തിൻ്റെ സമീപം സമാന്തരവുമായി പതിക്കുന്ന പ്രകാശരശ്മികൾ ലെൻസിൽ കൂടി കടന്ന് മുഖ്യ അക്ഷത്തിലുള്ള ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം അകന്നു പോകുന്നു. ഈ ബിന്ദുവിനെ കോൺകേവ് ലെൻസിൻ്റെ മുഖ്യ ഫോക്കസ് എന്ന് പറയുന്നു. ഇനി ഫോക്കസ് ദൂരം ചില പ്രകാശിക ഉപകരണങ്ങൾ, ഫോർ എക്സാമ്പിൾ ഉത്തല ലെൻസ്, അവതല ലെൻസ്, ഉത്തല ദർപ്പണം, അവതല ദർപ്പണം എന്നിവ പ്രകാശത്തെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ഈ ബിന്ദുവും പ്രകാശിക ഉപകരണത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും തമ്മിലുള്ള അകലമാണ് ഫോക്കസ് ദൂരം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് കാൻഡല. കണക്റ്റിംഗ് പോയിന്റ്സ്, ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ്. തരംഗദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആംസ്ട്രോങ്, മീറ്റർ, കിലോമീറ്റർ എന്നിവയും ഉപയോഗിക്കുന്നു. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബൽ. SI യൂണിറ്റിലെ അടിസ്ഥാന അളവുകൾ 7. SI യൂണിറ്റിലെ അടിസ്ഥാന അളവുകൾ 7. അടുത്ത ക്വസ്റ്റ്യൻ, അപവർത്തനം മൂലമുണ്ടാകുന്ന പ്രതിഭാസമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത്, മരുഭൂമിയിലെ മരീചിക, ഗ്ലാസ്സിലെ വസ്തു വളഞ്ഞതായി തോന്നുന്നത്. ഇതെല്ലാം അപവർത്തനം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസമാണ്. കണക്റ്റിംഗ് പോയിന്റ്സ്, ഒരു മാധ്യമത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതനകോൺ കൂടുന്നതിനനുസരിച്ച് അപവർത്തന കോണും കൂടുന്നു. പതനകോണിൻ്റെ അപവർത്തന കോണിൻ്റെയും സൈൻ വിലകൾ തമ്മിലുള്ള അനുപാതം ഒരു സ്ഥിരസംഖ്യയായിരിക്കും. ഈ സ്ഥിരസംഖ്യ അറിയപ്പെടുന്നത് അപവർത്തനാങ്കം എന്നാണ്. മാധ്യമത്തിന് മറ്റൊരു മാധ്യമത്തെ അപേക്ഷിച്ചുള്ള അപവർത്തനാങ്കം അറിയപ്പെടുന്നതാണ് ആപേക്ഷിക അപവർത്തനാങ്കം.
അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ഗോളിയർ ദർപ്പണത്തിൻ്റെ വക്രതാ ദൂരം 20 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, ഒരു ദർപ്പണത്തിൻ്റെ പോളിൽ നിന്നും അതിൻ്റെ മുഖ്യ ഫോക്കസിലേക്കുള്ള അകലമാണ് ഫോക്കസ് ദൂരം. ഇത് എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എഫ് ആ ദർപ്പണത്തിൻ്റെ വക്രത ആരത്തിൻ്റെ ആറിൻ്റെ പകുതിയായിരിക്കും. ഗോളീയ ദർപ്പണങ്ങളിൽ പതനക്കോണും പ്രതിപതനക്കോണും തുല്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, പ്രസ്താവന. ചന്ദ്രനിൽ ആകാശം കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. ഇത് 2 പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന രണ്ടാമത്തെ പ്രസ്താവനയുടെ വിശദീകരണമാണ്. കണക്റ്റിംഗ് ഫാക്ട്സ്, ചന്ദ്രനിൽ ആകാശം കറുപ്പ് നിറത്തിൽ കാണപ്പെടുന്നു കാരണം ചന്ദ്രനിൽ അന്തരീക്ഷമില്ലാത്തതിനാൽ പ്രകാശത്തിൻ്റെ വിസരണം സാധ്യമാകുന്നില്ല. കണങ്ങളുടെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് വിസരണം കൂടുന്നു. കണങ്ങളുടെ വലിപ്പം പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തേക്കാൾ കൂടുതലായാൽ എല്ലാ വർണ്ണങ്ങൾക്കും വിസരണം ഒരുപോലെയായിരിക്കും. ഒരു കൊളോയിഡൽ ദ്രാവകത്തിലൂടെയോ സസ്പെൻഷനിലൂടെയോ പ്രകാശകിരണങ്ങൾ കടന്നു പോകുമ്പോൾ അവയ്ക്ക് സംഭവിക്കുന്ന വിസരണം മൂലം വളരെ ചെറിയ കണികകൾ പ്രകാശിതമാവുകയും പ്രകാശത്തിൻ്റെ സഞ്ചാരപാത ദൃശ്യമാവുകയും ചെയ്യുന്ന പ്രതിഭാസമാണ് ടിൻഡൽ പ്രഭാവം. അടുത്ത ക്വസ്റ്റ്യൻ, ഇവയിൽ ഏതിനാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്? ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനാണ് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ. കണക്റ്റിംഗ് ഫാക്ട്സ്, വെള്ളെഴുത്ത് പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ്. ദൂരക്കാഴ്ച പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺവെക്സ്. ചിലർക്ക് അടുത്തുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാമെങ്കിലും അകലെയുള്ളവ വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. അത്തരം നേത്രപരിമിതിയാണ് ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിയുള്ളവരുടെ നേത്രങ്ങളുടെ ഫാർ പോയിന്റ് അനന്തതയിലായിരിക്കില്ല, കണ്ണിൽ നിന്ന് ഒരു നിശ്ചിത അകലത്തായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ജലം നിറച്ച ഗ്ലാസിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്ന നാണയം അല്പം ഉയർന്നതായി തോന്നാൻ കാരണം അപവർത്തനം. കണക്റ്റിംഗ് പോയിന്റ്, നാണയത്തിൽ നിന്നുള്ള പ്രകാശകിരണം സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുന്നു. അപവർത്തനം മൂലം നാണയത്തിന് മുകളിലുള്ള ഒരു സ്ഥാനത്ത് നിന്നും കിരണങ്ങൾ വരുമ്പോൾ നാണയം ഉയർന്നതായി തോന്നുന്നു. നിഴലുകൾ ക്രമരഹിതമായി കാണപ്പെടുന്ന പ്രതിഭാസമാണ് ഡിഫ്രാക്ഷൻ. സോപ്പ് കുമിളയിൽ കാണുന്ന മനോഹരമായ വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫെറൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, കോൺകേവ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബം ഏത്? നിവർന്നതും ചെറുതും മിഥ്യയുമായിരിക്കും. കോൺകേവ് ലെൻസിലെ നിവർന്നതും ചെറുതും മിഥ്യയുമായിരിക്കും. കണക്റ്റിംഗ് പോയിൻറ്റ്സ്, മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകൾ കനം കൂടിയതുമായ ലെൻസാണ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് അതിലൂടെ കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അകറ്റുന്നു. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസാണ് കോൺകേവ് ലെൻസ്.